Day 6 of 10 Days Rose Challenge. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു പാക്കേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടു. ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ എത്ര ബിൽഡ് ടൈപ്സ് ആണ് റോസ് ടൂലുള്ളത് ഒക്കെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നോഡാണ്. അപ്പൊ അതിനു മുമ്പ് നോഡ് എന്താണെന്നുള്ളത് ചെറുതായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്താലോ. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോഡ് പാക്കേജ് ഒക്കെ എന്താണെന്നുള്ളത്. നോഡ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടേഷണൽ ബ്ലോക്സ് ആണ്. സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ്സ് ആണ് നോഡ്. നമുക്ക് ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി ആ ടാസ്കിനനുസരിച്ച് നോഡ് നമ്മൾ പൈത്തണോ C++ പ്രോഗ്രാമിംഗ് വഴിയോ ഒക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് നോഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ കോഡ് ഉപയോഗിച്ചിട്ട് വഴിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നോഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാം. നമ്മൾ ഒരു പാക്കേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ലാസ്റ്റ് സെഷനിൽ കണ്ടായിരുന്നു. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഇപ്പൊ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താ, നോഡാണ്. അതും പൈത്തൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ നോഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പൈത്തൺ മാത്രമല്ല, അല്ലാത്ത നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ലാംഗ്വേജ് ആണ് CPP. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പൈത്തൺ ആണ്. സോ നമ്മൾ എന്താ നേരത്തെ നമ്മുടെ പാക്കേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു വർക്ക് സ്പേസ് ആദ്യമേ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നമുക്ക് വേണ്ട 2 പാക്കേജസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഫ്രം ദ ബിഗിനിങ് നമുക്ക് ഇനിയിപ്പോ പാക്കേജോ വർക്ക് സ്പേസോ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതിൽ നമുക്കൊന്ന് റീഎൻഡർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് നമ്മുടെ ടെർമിനൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ പോലെ MKDI വർക്ക് സ്പേസ് നെയിം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് എന്താ വർക്ക് സ്പേസിനകത്തേക്ക് എൻ്റർ ചെയ്താൽ മതി. അപ്പൊ അതിന് നമുക്ക് എന്താ യൂസ് ചെയ്യുന്നതാണ് CD നമ്മുടെ റോസ് വർക്ക് സ്പേസ്. ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ് നെയിം. ഇനി നമുക്ക് എന്താ SRCന്റെ ഉള്ളിലേക്കും റീഎൻറ്റർ ചെയ്യാം. SRCയിൽ എൻ്റർ ചെയ്തപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്തു അതിനകത്ത് എന്തൊക്കെ ഫോൾഡേഴ്സ് ആണ് ഉള്ളത്. CPP പാക്കേജും ഉണ്ട്, പൈത്തൺ പാക്കേജും ഉണ്ട്. ഞാൻ സെഷന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് പൈത്തൺ നോഡാണ്. സോ പൈത്തൺ പാക്കേജ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യുന്നത്. സോ പാക്കേജിന്റെ ഉള്ളിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യണം CD my py pkg. സോ ഇങ്ങനെയാണ് നമ്മൾ എന്താ റീഎൻറ്റർ ചെയ്യുക. CD വെച്ചിട്ടാണ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത വർക്ക് സ്പേസിനകത്തേക്കോ പാക്കേജിനകത്തേക്കോ നമ്മൾ റീഎൻറ്റർ ചെയ്യുന്നത്. ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതിനകത്ത് ഓൾറെഡി ഉള്ള ഡയറക്ടറീസ് നമുക്ക് കാണാൻ പറ്റും. my py പാക്കേജ് എന്നുള്ള മറ്റൊരു ഡയറക്ടറി ഉണ്ട്, package.xml ഉണ്ട്, റിസോഴ്സ് സെറ്റപ്പ് ഫയൽസ് 2 ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്. നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാക്കേജിന്റെ സെയിം നെയിം ഉള്ള മറ്റൊരു ഡയറക്ടറിയിലാണ്. ആ പാക്കേജിന്റെ പേരുള്ള മറ്റൊരു ഡയറക്ടറി തന്നെയാണ് നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. റോസ് 1 പറയുമ്പോഴത്തേക്ക് നമ്മുടെ നോഡ് സ്ക്രിപ്റ്റ്സ് എന്നുള്ള ഒരു അഡീഷണൽ ഡയറക്ടറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. റോസ് 2 അതിന്റെ ആവശ്യമില്ല, നമുക്ക് അതിനകത്ത് തന്നെ ഓൾറെഡി ഡയറക്ടറി വരുന്നുണ്ട്. ഒന്ന് അതും ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതിനകത്ത് init.py എന്നുള്ളൊരു ഫയൽ ഉണ്ട്. നിങ്ങൾ അത് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ഒന്നുമില്ലാതെ. ബിക്കോസ് ആ ഒരു ഫയൽ ലിറ്ററലി ബ്ലാങ്ക് ആണ്. ബട്ട് സ്റ്റിൽ അതിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയതാണ്. കാരണം നമുക്ക് നമ്മുടെ നോഡ് ഒന്ന് താങ്ങി നിർത്തണമെങ്കിൽ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫയലാണ് init.py. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താ, നമുക്ക് നമ്മൾ ആവശ്യമുള്ള എല്ലാ ഡയറക്ടറീസിലും പാക്കേജിലേക്കൊക്കെ നമ്മൾ റീഎൻറ്റർ ചെയ്തു. ഇനിയാണ് നമുക്ക് നമ്മുടെ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. നോഡ് ക്രിയേറ്റ് ചെയ്യാനും സർട്ടൻ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് എഡിറ്റർ. നമ്മൾ എങ്ങനെ നമ്മുടെ നോഡിന്റെ കോഡ് എൻ്റർ ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. VS കോഡ്, പൈച്ചാമ അങ്ങനത്തെ ഒക്കെ കുറച്ച് പൈത്തന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്ലാറ്റ്ഫോംസ് ഒക്കെ അല്ലേ. നമുക്ക് VS കോഡ് യൂസ് ചെയ്യാം. നമുക്ക് VS കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് ബ്രിഡ്ജ് ചെയ്യാം റോസ് എൻവയോൺമെന്റ് ആയിട്ട്. എന്നിട്ട് അതിനകത്ത് പൈത്തൺ ചെയ്യാം. അല്ലാണ്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എഡിറ്റേഴ്സ് ആണ് Gedit. Gedit യൂസ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഫയൽ ഓപ്പൺ ആയി വരും. ഇതിനകത്തേക്ക് എന്താ നമുക്ക് വേണ്ട രീതിക്ക് കോഡ് എൻ്റർ ചെയ്യാവുന്നതാണ്. ലേറ്റർ എന്താ, നമുക്ക് അടുത്തൊരു ടെക്സ്റ്റ് എഡിറ്റർ ആണ് നാനോ എന്ന് വെച്ചാൽ കണ്ടില്ലേ, നമുക്ക് നമ്മുടെ ടെർമിനലിൽ തന്നെ എന്താ കോഡ് എൻ്റർ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞാൻ റാൻഡംലി കുറച്ച് ആൽഫബറ്റ്സ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇതുപോലെ നമ്മുടെ കോഡ് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്
നാനോ, അതും ടെർമിനലിൽ തന്നെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ജി എടുത്ത് നാനോന്ന് എഴുതാൻ മാത്രം പോലെ അതിന് കുറച്ച് എക്സ്റ്റൻഷൻസും കൂടി ഉണ്ട്. അതായത് ജി എഡിറ്റ് എന്ന് എഴുതി ഒരു സ്പേസ് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊരു പേര് കൊടുക്കണം. ആർക്കാ പേര് കൊടുക്കണേ? നമ്മുടെ നോഡിന്. നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ നോഡ് നമുക്കൊരു പേര് കൊടുക്കാം. സോ നമ്മൾ ഇവിടെ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ നോഡാണ്. സിമ്പിൾ നോഡ് എന്ന് വെച്ചാൽ ഒരൊറ്റ പ്രാവശ്യമായിരിക്കും അതിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്, വൺസ്. എന്താ അപ്പൊ അതിന് വേണ്ടി ഏറ്റവും മിനിമൽ കോഡ് ഉപയോഗിച്ച് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്ന നോഡാണ് സിമ്പിൾ നോഡ്. അപ്പൊ നമുക്ക് എന്താ സിമ്പിൾ നോഡിന് തന്നെ പേര് കൊടുക്കാം. സിമ്പിൾ _node.py. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. .py എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്. എന്തുകൊണ്ട്? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പൈത്തൺ നോഡാണ്. ഓക്കെ, ഇപ്പൊ എന്താ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്തു. ഇപ്പൊ എന്താ നമ്മൾ കൊടുത്ത നോഡിന്റെ പേര് ഇവിടെ കാണാം, സിമ്പിൾ _node.py. ഇവിടെയാണ് എന്താ നമ്മുടെ നോഡിന് വേണ്ടിയിട്ടുള്ള പൈത്തൺ കോഡ് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ പൈത്തൺ കോഡ് എന്ന് പറയുന്നത്. നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കുന്ന പൈത്തൺ കോഡാണ് ഇതെല്ലാം. സോ നമ്മൾ എന്തൊരു 17 ലൈൻസോളം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ലൈനിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസും ഉണ്ട്. ഈ ഒരു കോഡ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പൈത്തൺ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റത്തെ ലൈൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇമ്പോർട്ട് RCLPy. RCLPy എന്ന് ഉദ്ദേശിക്കുന്നത് റോസിന്റെ ക്ലയന്റ് ലൈബ്രറിയാണ്. നമുക്ക് എന്താ പൈത്തൺ വെച്ചിട്ട് ഒരു കോഡ് അല്ലെങ്കിൽ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ RCLPy ആണ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നത്. ലേറ്ററോ നമുക്കൊരു പാരന്റ് ക്ലാസ് ഉണ്ട്, നമുക്കൊരു ബേസ് ക്ലാസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് എന്താ നമ്മുടെ ഈ നോഡ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ റോസ്റ്റു നോഡ്സിനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ഈ ഒരു നോഡ് ഇമ്പോർട്ട് ചെയ്യുന്നത്. നമുക്കൊരു പബ്ലിഷർ നോഡ് ആയിക്കോട്ടെ, സബ്സ്ക്രൈബർ നോഡ് ആയിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു നോഡ് ഇമ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു 4th ലൈനിൽ നിങ്ങൾക്ക് കാണാം, പൈത്തൺ അറിയാവുന്നവരാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഇത് ഇൻഹെറിറ്റൻസ് എന്നൊരു കോൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ബേസ് നോഡ് കണ്ടോ, ഈ ഒരു ബേസ് നോഡിൽ നിന്ന് നമ്മൾ സിമ്പിൾ നോഡ് എന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻഹെറിറ്റ് ചെയ്തേക്കുവാണ്. ഓക്കെ, നമ്മളൊരു സിമ്പിൾ നോഡ് എന്നുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുക എവിടെ നിന്ന്? നമ്മുടെ ബേസ് നോഡിൽ നിന്ന്. ഈ 5th ലൈൻ എന്ന് പറയുന്നതാണ് നമ്മുടെ കൺസ്ട്രക്ടർ ലൈൻ. ആ കൺസ്ട്രക്ടർ ലൈൻ നമ്മൾ ആസച്ച് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കൺസ്ട്രക്ടർ ലൈൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ ഒരു സ്റ്റെപ്പ്. ഈ ഒരു 6th ലൈൻ നമ്മൾ മെയിൻലി നമ്മുടെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നാണിത്, നോഡ് ഇനീഷ്യലൈസേഷൻ. അത് നമുക്കൊന്ന് ഇനീഷ്യലൈസ് ചെയ്യണം. അത് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ബേസ് ക്ലാസ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ നോഡ് അപ്പം വേണം. അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു സിമ്പിൾ നോഡ് എന്നുള്ള നോഡ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈൻ കൊടുക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ എന്താ നോഡ് ഇനീഷ്യലൈസ് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ self.getLogger. നമ്മുടെ റോസിന്റെ ഒരു എന്താ പറയാ, ഒരു ബിൽഡ് ലോഗറാണ്. നമുക്കൊരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് കിട്ടണം. ആ മെസ്സേജ് കിട്ടണമെങ്കിൽ ആ മെസ്സേജിനകത്തേക്ക് എന്താണ് ആ മെസ്സേജ് എന്നുള്ളത് കിട്ടണം. അതിന് യൂസ് ചെയ്യുന്ന ഒരു ലോഗിങ് സിസ്റ്റമാണ് ഈ ഒരു എന്താ പറയാ, ഒരു മെസ്സേജ് നമ്മുടെ റോസ് ലോഗ് ചെയ്തെടുത്ത് ലാസ്റ്റ് എന്തായിട്ട് നമുക്കിത് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരും. നമ്മുടെ നോഡ് ലാസ്റ്റ് ഫൈനലി റൺ ചെയ്യുമ്പോൾ സിമ്പിൾ നോഡ് ഹാസ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമുക്ക് കാണിക്കുക. അതെന്ന് വെച്ചാൽ എന്താ, നമ്മുടെ നോഡ് റണ്ണിങ് ആണ്, ഒരു കുഴപ്പമില്ലാണ്ട് റൺ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേഷൻ പോലെ. ഇതാണ് നമ്മുടെ മെയിൻ ഫങ്ഷൻ. ആ പേര് പോലെ തന്നെയാണ്, അത് ഭയങ്കര മെയിൻ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ആണ്. ഇതാണ് ഇത് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫങ്ഷൻ മിക്കപ്പോഴും അതിന്റെ ആ ഒരു ഫോർമാറ്റിൽ തന്നെയായിരിക്കും കൊടുത്തു കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എന്താ, നമുക്ക് ഇനീഷ്യലൈസേഷൻ എന്താ, നമ്മുടെ റോസ് ടു പൈത്തൺ ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്ന് പറയുന്ന ഇനി അടുത്തത് നോഡ് ഈക്വൽ ടു സിമ്പിൾ നോഡ് എന്നുള്ളത്. നമ്മൾ അപ്പോൾ തന്നെ എന്താ ആ നോഡ് എന്നുള്ളൊരു പേരെന്ന് ജസ്റ്റ് ആ സിമ്പിൾ നോഡിലേക്ക് നമ്മുടെ ആ നോഡ് ക്ലാസ്സിലേക്ക് കൊടുത്തിരിക്കുകയാണ്.
ലേറ്റർ ഓൺ നമുക്ക് അതിനെ ഒന്ന് സ്പിൻ ചെയ്ത് വെക്കണം. സോ ഇവിടെയാണ് ഈ നോഡിനെയാണ് നമ്മൾ ഇവിടെ വീണ്ടും വിളിച്ചിരിക്കുന്നത് RCLPy.spin. അതെന്തിനാ, നമ്മുടെ ആ നോഡിനെ ഒന്ന് അലൈവ് ആക്കി വെക്കാം, അതിനെ ഒന്ന് കുറച്ച് റെസ്പോൺസീവ് ആക്കി വെക്കാം. നോഡ് ജീവനോട് ഇരിക്കണം, പിന്നെ അത് നല്ല മെസ്സേജും സർവീസസ് ഒക്കെ അതിനെ കേൾക്കാൻ പാകത്തിനായിരിക്കണം. സോ അതിന് അങ്ങനെ വേണ്ടിയിട്ട് ഇത് നമ്മൾ ലാസ്റ്റ് കോഡ് റൺ ചെയ്ത് കഴിയുമ്പോൾ ഒറ്റയടിക്ക് ഇത് എക്സിറ്റ് ആയി പോകാൻ പാടില്ല, കുറച്ച് നേരത്തേക്ക് എന്താ ഒന്ന് പ്രവർത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ നോഡ് കൊടുക്കുന്നത്. അടുത്ത് node.destroy. ഇതെന്ന് പറയുന്നത് എന്താ, ഒരു ക്ലീനപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ എന്താ ഒന്ന് ഷട്ട് ഡൗൺ ആയി പോകുന്നതിന് മുമ്പ്, അതായത് നമ്മൾ നോഡ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ക്ലീനപ്പിനോ അന്നും ഒരുപാട് റിസോഴ്സസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഈ RCLPy.shutdown എന്ന് വെച്ചാൽ ഒരു പ്രശ്നവും ഇല്ലാണ്ട് എന്താ നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തു. മീൻസ് ലാസ്റ്റ് ഒരു ഇഷ്യൂ വരാണ്ട് എന്താ മെസ്സേജോ ഒന്നൊരു ഇഷ്യൂ വരാണ്ട് നമുക്കത് ആ റോസ്റ്റ് ഒന്ന് ഷട്ട് ഡൗൺ ആവാൻ, മീൻസ് ആ നോഡ് ഒന്ന് ഷട്ട് ഡൗൺ ആയി പോകാൻ വേണ്ടിയിട്ടാണ് RCLPy.shutdown എന്ന് കൊടുത്തേക്കുന്നത്. ഈ ലൈൻ എന്ന് വെച്ചാൽ മെയിൻ ഫംഗ്ഷൻ ഇത് എക്സിക്യൂഷന്റെ സമയത്താണ് ഒന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സമയത്ത് മാത്രമാണ് അത് ഡയറക്റ്റ്ലി റൺ ആവുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ നോഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്രയും സെറ്റ് ഓഫ് മിനിമൽ പൈത്തൺ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഒരു 70 ലൈൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു നോഡിന് വേണ്ട സംഭവം എന്ന് വെച്ചാൽ ക്ലയന്റ് ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുക, നമുക്ക് ആ നോഡ് ഇനീഷ്യലൈസ് ചെയ്യണം, അതിന് നോഡ് അലൈവ് ആക്കി വെക്കണം. പിന്നെന്താ, നമുക്കൊരു പ്രിന്റ് അല്ല, നമ്മുടെ ലോഗിൻ സിസ്റ്റം നമ്മൾ self.getLogger ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലത്തെ മെസ്സേജ് ലോഗ് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും തരത്തിലുള്ളൊരു ഒരു ലോഗിൻ സിസ്റ്റവും അവിടെ യൂസ് ചെയ്തിരിക്കണം. ഇതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് ക്ലോസ് ചെയ്തു. നമ്മളിപ്പോൾ സേവ് ചെയ്ത് ക്ലോസ് ചെയ്ത്. ഇനി ഇതോടുകൂടി മാത്രം തീർന്നില്ല, ഇനിയാണ് ഇതുകൊണ്ട് ഒന്നും തീർന്നില്ല. ഇനി നോഡ് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത്, ഞാൻ ഒരു മെയിൻ ഫംഗ്ഷന്റെ കാര്യം പറഞ്ഞു, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്യുക. നമുക്ക് അടുത്തൊരു ഫയലാണ് setup.py എന്നുള്ളൊരു ഫയല്. നമ്മൾ ആദ്യം ലിസ്റ്റ് ചെയ്തപ്പോൾ കണ്ട ഒരു ഫയലാണിത്, setup.py. നമുക്ക് ആ ഫയലിനകത്തേക്ക് എൻ്റർ ചെയ്യാം. സോ നമ്മൾ ഒരു പാത്ത് എക്സിറ്റ് ആയി. ഇപ്പൊ ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ കാണാം, നമ്മൾ നിൽക്കുന്ന കറന്റ് പാത്തിൽ ഉള്ള ഫയൽസ് ആണ് ഇതെല്ലാം. ഓക്കെ, നമുക്ക് ഇനി അതിനകത്തേക്ക് എൻ്റർ ചെയ്യാം. gedit setup.py. ഇതാണ് നമ്മുടെ setup.py എന്നുള്ളത്. ഇവിടെ ഈ കിടക്കുന്നുണ്ടോ എൻട്രി പോയിന്റ്സ് എന്നുള്ളത്, എൻട്രി പോയിന്റ്സ് കൺസോൾ സ്ക്രിപ്റ്റ്സ്. സോ എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോസ് ടൂളിൽ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എൻട്രി പോയിന്റ്സ്. നമ്മൾ റോസ് 1 അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നുമില്ല. ജസ്റ്റ് നോഡ് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നോഡ് കൊടുക്കുക, അത് തന്നെ ആ പേര് വെച്ച് റൺ ചെയ്യുക. ഇവിടെ നമ്മൾ എൻട്രി പോയിന്റ്സ് എന്നൊരു കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പേര് വെച്ചിട്ടാണ് ലാസ്റ്റ് നമുക്ക് നമ്മുടെ നോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, എവിടെ നിന്നാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇന്ന എൻട്രി പോയിന്റ് ഉള്ളൊരു നോഡാണ് നമുക്ക് ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. സോ അത് നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത് setup.pyയിൽ. നമ്മളൊരു പാക്കേജിൽ എത്ര എത്ര നോഡുകൾ ഉണ്ടോ അത്രയും നോഡും അതിന്റെ എൻട്രി പോയിന്റും ഈ ഒരു സെറ്റപ്പ് ഫയലിലാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഒരു സിംഗിൾ ഇൻവേർട്ട് കോമയില് അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് സിംഗിൾ ഇൻവേർട്ട് കോമയില് എൻട്രി പോയിന്റ് ഈക്വൽ ടു പാക്കേജ് നെയിം ഡോട്ട് നോഡ് നെയിം കോളൻ മെയിൻ എന്നാണ് കൊടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് എൻട്രി പോയിന്റ് നമ്മുടെ നോഡിന്റെ പേര് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. നമ്മുടെ നോഡിന്റെ പേര് സിമ്പിൾ നോഡ് എന്നായിരുന്നു. നമുക്ക് ഇവിടെ ഇപ്പൊ നോഡ് സിമ്പിൾ ചുമ്മാ റിവേഴ്സ് ആക്കി നമ്മൾ കൊടുത്തു. ഈക്വൽ ടു പാക്കേജിന്റെ പേര്, നമ്മുടെ പാക്കേജിന്റെ പേര് ഇവിടെ തന്നെ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ പാക്കേജിന്റെ പേര്, ഡോട്ട് സിമ്പിൾ നോഡ്.
ഇങ്ങനെയാണ് നമ്മൾ എൻട്രി പോയിന്റ് സെറ്റ് ചെയ്യുന്നത്. ഇനി കഴിഞ്ഞില്ല, ഇവിടെ ഒരു കോമയും കൂടെ കൊടുക്കണം. ഇത് അതിന്റെ ബൈ ഡിഫാൾട്ട് സിൻടാക്സ് ആണ്. ഇത് ഇങ്ങനെ തന്നെ കൊടുക്കുക. നിങ്ങൾ ഈ ഒരു കോമ പോലും ഇട്ടില്ലെങ്കിൽ അതൊരു എററാണ്. ഓക്കെ, അതുപോലും ഒരു എററാണ്. നമ്മൾ വിചാരിക്കും ഒരു നോഡല്ലേ ഉള്ളൂ, എന്തിനാ കോമ, മൾട്ടിപ്പിൾ നോഡ്സ് ഉണ്ടെങ്കിൽ മാത്രം പോരെന്ന്. മിക്ക കേസിലും അത് എറർ ജനറേറ്റ് ചെയ്യാനാണ് സാധ്യത. സോ അത് അങ്ങനെ തന്നെ കൊടുക്കുക. സോ നമുക്കിനി നമ്മുടെ ഫയൽ സേവ് ചെയ്തു, നമ്മൾ ക്ലോസ് ചെയ്തു. ഒന്നുമില്ല, നമുക്ക് വർക്ക് സ്പേസിലേക്ക് പോകാം. നമ്മൾ വർക്ക് സ്പേസിലെത്തി. ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടെ ബിൽഡ് ചെയ്യുകയാണ്. നമ്മൾ റൺ ചെയ്തു, ഒരു ഇഷ്യൂ ഇല്ല. ഇനി നമുക്ക് സോഴ്സ് ചെയ്യാം. നമ്മൾ സോഴ്സ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഇനി നമ്മുടെ പാക്കേജ് റൺ ചെയ്യുക. അപ്പൊ നമ്മൾക്ക് റോസ് എൻവയോൺമെന്റിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അതിന് മനസ്സിലാവണം നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് റോസിൻ പാക്കേജ് ആണ്, എന്നാൽ മാത്രമേ റോസിന്റെ കമാൻഡ് ലൈൻസ് അവിടെ ആക്റ്റീവ് ആവുള്ളൂ. സോ റോസ് ടു റൺ പാക്കേജിന്റെ നെയിം മൈ പൈത്തൺ പാക്കേജ്. ഇനി ഇവിടെ കൊടുക്കുന്നത് നമ്മൾ എൻട്രി പോയിന്റ് ആണ്. നോട്ട് സിമ്പിൾ. സി ഹിയർ ഇറ്റ് ഈസ്. നമ്മള് നോഡ് റൺ ചെയ്തു. നമ്മൾ അവിടെ കൊടുത്തില്ലായിരുന്നു സിമ്പിൾ നോഡ് ഹാസ് സ്റ്റാർട്ടഡ്, ആ ലോഗിൻ കമാൻഡിൽ. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ നോഡിന് ഒരു കുഴപ്പമില്ല എന്ന് അറിയിക്കാൻ വേണ്ടി, അത് സക്സസ്ഫുള്ളി റൺ ആയി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ സിമ്പിൾ നോഡ് ഹാസ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ എൻട്രി പോയിന്റിന്റെ പേരാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ മെയിൻ ഫംഗ്ഷൻ ആണ് ശരിക്കും അതിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്. ശരിക്കും ആ മെയിൻ ഫംഗ്ഷൻ ആണ് ആ നോഡിലേക്കുള്ള എൻട്രി. സോ അതാണ് നമ്മൾ അവിടെ വിളിച്ചിട്ട് വീണ്ടും റൺ ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ റോസിൽ ഒരു നോഡ് അത് പൈത്തൺ ഉപയോഗിച്ചിട്ട് റൺ ചെയ്യുന്നത്. ഇപ്പൊ പൈത്തണിന്റെ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഒരു നോഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടു പാക്കേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാവും ഒരു നോഡും പാക്കേജും ക്രിയേറ്റ് ചെയ്തിട്ട് അതെങ്ങനെയാണ് റൺ ചെയ്യിക്കണെന്നുള്ള. ഇനി നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് ഒരു C++ൽ ഒരു നോഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യിക്കാന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സിമുലേഷൻ സോഫ്റ്റ്വെയർസും പരിചയപ്പെടാം. ഓക്കെ, അതുവരെ സ്റ്റേ ട്യൂൺഡ്.